എല്ലാവർക്കും നമസ്കാരം. രജു കണ്ണങ്ങാട്, നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തിട്ടോ. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നായകളെ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ എൻ്റെ വാർഡ് മെമ്പറായ ഷിജു വൈസ് പ്രസിഡന്റ് ആളെയും കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായി നായകളെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് ഗ്രാമസഭ 2 ദിവസം 3 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സർവകക്ഷി യോഗം പോലെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഞായറാഴ്ച തിരിച്ചു പോവും. അപ്പൊ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു യോഗം വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തുകാർക്ക് ഈ തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഉണ്ടാക്കാനോ വന്യീകരിക്കാനോ അതിനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 10-20 സെന്റ് സ്ഥലം വേണമെന്നാണ് പറഞ്ഞുള്ളത്. 20 സ്ഥലം വേണം. അതേപോലെ അതിന് പാർപ്പിടം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ഥലത്തിന് തന്നെ 20 സെന്റിന് മിനിമം ഒരു 25 ലക്ഷം വരും ചോദിക്കാം, പറയാൻ പറ്റില്ല. പിന്നെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, ചിലപ്പോൾ ഒരു 10 ലക്ഷം ഒക്കെ വേണ്ടി വരും. അപ്പൊ നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തില് അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ല, പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട്, പൈസ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഈ തെരുവ് നായ്ക്കൾക്ക് BJP-കാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊന്നല്ല വന്നിട്ട് കടിക്കും പിടിക്കും അപകടം ഉണ്ടാവണമെന്നും മരിക്കണതൊക്കെ, അല്ലെങ്കിൽ ആക്സിഡന്റ് ആവണതും. എൻ്റെ വണ്ടി ആക്സിഡന്റ് ആയാലും നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴും ഷോറൂമിലാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു വണ്ടി ഇപ്പൊ വേറെ അത് കാരണം മേടിച്ചിട്ടുണ്ടോ ഉപയോഗിക്കാൻ. അപ്പോ എൻ്റെ വണ്ടിയുടെ പേര് കണ്ടില്ലേ, ഒറ്റക്കൊമ്പൻ. എൻ്റെ യൂട്യൂബ് ചാനലും ഒറ്റക്കൊമ്പനാണ്. അപ്പോൾ കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ശരികൾ പറയുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, തെറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പൊ തെരുവ് നായ്ക്കളെ പ്രശ്നത്തിൽ എന്തെങ്കിലും തീരുമാനം ആയതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ചിലപ്പോൾ പോസ്റ്റ് ക്യാൻസൽ ആയാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷിജുവിനോട്, ഈ കേസിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ പിരിക്കാം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫണ്ട് പിരിക്കാവുന്നുള്ളൂ. ഈ 10-25 ലക്ഷം എന്നല്ല 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പിരിക്കാവുന്ന കേസുള്ളൂ. അപ്പോ ഞാൻ 50,000 രൂപ പറഞ്ഞ് അന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ പണക്കാരനൊന്നല്ല, എങ്കിലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാനിത് ഇറങ്ങി തിരിച്ചുകൊണ്ട് ആയതുകൊണ്ട് അതിനൊരു മാതൃകയാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ പൈസ പഞ്ചായത്ത് എപ്പോൾ പറയണോ അത് കൊടുക്കാൻ തയ്യാറാണ്. ഷിജുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ, അല്ല ഷിജുവിനെ പഞ്ചായത്തിന് ആ പ്രസിഡന്റ് കയ്യിൽ ആരെ കയ്യിൽ ഏൽപ്പിക്കാൻ തയ്യാറാണ്. അതുപോലെ കുറച്ച് പേര് തയ്യാറായി കഴിഞ്ഞാൽ ഈ 25-40 ലക്ഷം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പിരിക്കുകയും ചെയ്യാം. ഒരു സ്ഥലം കണ്ടെത്തി സ്ഥലം മേടിക്കുകയും ചെയ്യാം. ഈ നായകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം മുല്ലശ്ശേരി പഞ്ചായത്ത് എടുത്തിട്ട് ഒരു മാതൃക ആവണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പോവാണ്. ഞാനിപ്പോൾ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകണം. ആലപ്പുഴ, എറണാകുളം, പിന്നെ കണ്ണൂർ, കോഴിക്കോട്, പറശ്ശിനിക്കടവ്, കടമ്പുഴയൊക്കെ പോവാണ്. അപ്പോൾ ഇനി വല്ല നായ്ക്കൾ ഇടിക്കുമോ എന്ന് അറിയില്ല. പിടിക്കുകയാണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഞാനാണ്. ഓക്കെ, ഇടിക്കാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം.